ഹലോ, എ വെരി വോം വെൽക്കം. നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BCom BBA കുട്ടികളുടെ ഹിന്ദി ടെക്സ്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ഋഷികേഷ് മുഖർജി കെ സാത്ത് ഢായി ദിൻ എന്ന ആ ഒരു ഓർമ്മക്കുറിപ്പ് സംസ്മരണാണ് ഇന്ന്. അതിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അഗെയിൻ എ വെരി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്ററാണ് ഇൻഡീഡ്. അത് അഡ്മിറ്റ് ചെയ്യുന്നു. അല്പം ബോറിംഗ് ആയിട്ടും തോന്നും ഇത് വായിക്കുമ്പോൾ. ഈവൻ ടീച്ചേഴ്സിന് വരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മളത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡീൽ ചെയ്യുമ്പം അതിനെ വളരെ സിമ്പിളായിട്ട് അതിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ആവശ്യം അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ഋഷികേഷ് മുഖർജി കെ സാത്ത് ഢായി ദിൻ എന്നത് ഒരു രണ്ട് വ്യക്തികളുടെ, വളരെ ഇമ്പോർട്ടൻറ്റ് വ്യക്തികളുടെ, ഒരാൾ ഫിലിം വേൾഡിലെയും ഒരാൾ റൈറ്ററുമായിരുന്നു. ഋഷികേഷ് മുഖർജി ഒരു ഫേമസ് ഡയറക്ടറായിരുന്നു. മനോഹർ ശ്യാം ജോഷി ഹിന്ദി സാഹിത്യത്തിലെ ഒരു ജീനിയസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മനോഹർ ശ്യാം ജോഷി ഒരു ജീനിയസ് റൈറ്റർ. അയാൾ തൻ്റെ കഥകൾ സിനിമയാക്കാൻ ആഗ്രഹിച്ച് ഋഷികേഷ് മുഖർജിയുടെ വീട്ടിലേക്ക് പോകുന്നു മുംബൈയിൽ. അവിടെ ഢായി എന്ന് പറയുമ്പോൾ ഒരു രണ്ടര ദിവസം അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിക്കുന്നു. ആ ദിവസങ്ങളിലെ ഓർമ്മകളാണ്. ആ 2.5 ദിവസത്തിൽ തന്നെ ഋഷികേഷ് മുഖർജി എന്ന ഫേമസ് ഡയറക്ടറിൻ്റെ ആ ഒരു വ്യക്തിത്വം, അതിൻ്റെ ഒരു പ്രഭാവം മനോഹർ ശ്യാം ജോഷിയിലേക്ക് വീഴുകയും താൻ പോയ കാര്യം നടന്നില്ല. തൻ്റെ കഥകൾ കേട്ടിട്ട് സിനിമയിലേക്ക് മാറ്റാനാണ് പോയത്. പക്ഷെ ആ ആഗ്രഹം നടന്നില്ലെങ്കിലും ഈ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിലെ ഇത്രയും ഫേമസ് ഒരു ഡയറക്ടർ ഇത്രയും സിമ്പിൾ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഋഷികേഷ് മുഖർജി ഞങ്ങളുടെ ജനറേഷനിലൊക്കെ ഒരു ഫേമസ് ഡയറക്ടറായിരുന്നു. ലൈക്ക് ആനന്ദ്, വളരെ ഫേമസ് ഫിലിമാണ്. അമിതാഭ് ബച്ചനും രാജേഷ് ഖന്നയും തമ്മിലുള്ളത്. നമക് ഹറാം, ചുപ്കെ ചുപ്കെ, അഭിമാൻ, ബേമിസാൽ, അങ്ങനെ സിനിമകളുടെ ഒരു നിര തന്നെ. അന്നത്തെ സൂപ്പർ ഹിറ്റ് സിനിമകളെല്ലാം ഋഷികേഷ് മുഖർജിയാണ് ഡയറക്റ്റ് ചെയ്തത്. മനോഹർ ശ്യാം ജോഷി ജീനിയസ് ഇൻ എ സെൻസ്, റൈറ്റർ എന്ന സെൻസ് വളരെ ഫേമസ് ആയിരുന്നു. അതിനൊപ്പം ദൂരദർശൻ തുടങ്ങിയപ്പോൾ, ഇന്നലെ ഇത്രയും ചാനൽസൊക്കെ ഉള്ളത്, മറ്റേത് ദൂരദർശൻ മാത്രമുള്ളപ്പോൾ TV മേഖലയിൽ തന്നെ ഒരു സീരിയൽ എന്ന ഒരു കോൺസെപ്റ്റ് ആൾക്കാരെ ഇത്രയധികം അട്രാക്റ്റ് ചെയ്തത് മനോഹർ ശ്യാം ജോഷിയുടെ ഹം ലോഗ്, ബുനിയാദ്, ജമീൻ ആസ്മാൻ ഇതൊക്കെയാണ്. ഹം ലോഗും ബുനിയാദും ഒക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. 1980s കാര്യമാണ് ഞാനീ പറയുന്നത്, ഞങ്ങളുടെ ബാല്യകാലത്ത്. അപ്പോൾ അന്ന് ഈ ബുനിയാദ് കാണാനും ഹംലോഗ് കാണാനും TV അന്ന് വളരെ കുറച്ച് പേരുടെ വീട്ടിലേ ഉള്ളായിരുന്നു. ഓർമ്മയുണ്ട്, ഇങ്ങനെ വലിയ സൈസ് TV ബോക്സ് പോലെ. എന്നിട്ട് അതിൽ ഒരു കൂട്ടം ആൾക്കാർ, നെയ്ബേഴ്സും എല്ലാവരും കൂടെ കൂടിയായിരുന്നു ഈ ബുനിയാദും ഹംലോഗും ഒക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു മനോഹർ ശ്യാം ജോഷി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആക്ച്വലി ഇതിൻ്റെ സാരാംശം എഴുതാനോ സമ്മറി എഴുതാനോ ഒരു എസ്സേ ടൈപ്പ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് അങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു ചാപ്റ്റർ ആയത് കാരണം എസ്സേ ചോദിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ഐ എം ഗിവിങ് എ പാർട്ട് പരിചയം. എന്താണിതെന്നുള്ളത് ഒരു സംക്ഷിപ്തമായിട്ട് ഞാൻ തരികയാണ്. യു ക്യാൻ അവോയ്ഡ് 2 ചാപ്റ്റേഴ്സ്. എസ്സേ രീതിയിൽ, എസ്സേയുടെ സെൻസിൽ 2 ചാപ്റ്റേഴ്സിനെ വേണേൽ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി 6 എണ്ണം നിങ്ങൾക്ക് തറവായിട്ട് പഠിക്കാം. കാരണം 4 എസ്സേ തന്നിട്ട് 2 എണ്ണമാണ് എഴുതേണ്ടത്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 2 ചാപ്റ്റേഴ്സ് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന 2 ചാപ്റ്റേഴ്സ് വേണേൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഐ വിൽ സജസ്റ്റ് ദിസ് വൺ യു ക്യാൻ അവോയ്ഡ്. എസ്സേ ബാക്കി ചാപ്റ്റേഴ്സ് പഠിച്ചാലും മതി, യു ക്യാൻ റൈറ്റ്. ഋഷികേഷ് മുഖർജി കെ സാത്ത് ഢായി ദിൻ, അതിൻ്റെ ഒരു പാട്ട് പരിചയം പറയാം. ऋषिकेश मुखर्जी हिंदी फिल्मी जगत के काफ़ी मशहूर फिल्म निर्देशक थे और उनके फिल्मी जीवन और व्यक्तिगत जीवन की झलक हमें मनोहर श्याम जोशी जी इस സംസ്മരൺ മേ കർവാത്തെ ഹെ. ഇതൊരു സംസ്മരണാണ്, ഓർമ്മക്കുറിപ്പാണ്. ഫിൽമി ജഗത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിം ഡയറക്ടറായിരുന്നു ഋഷികേഷ് മുഖർജി. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത ജീവിതത്തിലെ കുറച്ച് കാഴ്ചകളാണ് മനോഹർ ശ്യാം ജോഷി ഈ സംസ്മരണത്തിൽ നമുക്ക് നൽകുന്നത്. ഹിന്ദി സാഹിത്യ ജഗത് के जीनियस कहलाए जाने वाले मनोहर श्याम जोशी जी अपनी सिनेमाई आकांक्षाओं को लेकर ഋഷികേഷ് ജി സെ മിൽനെ മുംബൈ ആത്തെ ഹെ. മനോഹർ ശ്യാം ജോഷി തൻ്റെ മനസ്സിലെ സിനിമായി ആകാംക്ഷ എന്ന് വെച്ചാൽ തൻ്റെ കഥകളും സിനിമ ആകണം എന്ന ആഗ്രഹത്തിലാണ് ഋഷികേഷ് മുഖർജിയെ കാണാൻ ഡൽഹിയിൽ നിന്നും ബോംബെയിലേക്ക് വന്നത്.
और 2.5 दिन उनके घर में रुकते हैं. 2.5 ദിവസം അവിടെ സ്റ്റേ ചെയ്യും. और इसी बीच उस महान फिल्मकार का व्यक्तित्व का प्रभाव मनोहर जी पर पड़ता है, जिसे उन्होंने इस संस्मरणात्मक लेख में स्पष्ट किया है. ഈ 2.5 ദിവസത്തിൽ ഋഷികേശ് മുഖർജി എന്ന തിരക്കുള്ള ഒരു ഡയറക്ടറിൻ്റെ ജീവിതം കണ്ടിട്ട് എഴുതിയതാണ് ഈ ഓർമ്മക്കുറിപ്പ്. मनोहर जी आए तो थे कहानियाँ सुनवाने, लेकिन ऋषिकेश जी की व्यस्तता देखकर चकित रह जाते हैं. അപ്പോൾ ഒരു ഫേമസ് റൈറ്റർ മനോഹർ ശ്യാം ജോഷി വന്നത് തൻ്റെ കഥകൾ എന്താണ് കരുതിയത്, ചെല്ലുക, കഥ പറയുക, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ സിനിമയാക്കാം എന്നതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഋഷികേശ് മുഖർജി ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ, നമ്മൾ ഈ ഫിലിം ഇൻഡസ്ട്രി വളരെ ഗ്ലാമറസ് ആയിട്ട് നമ്മൾ കാണുന്നത്, പക്ഷേ അവരുടെ വ്യക്തിഗത ജീവിതം എത്ര അൺഗ്ലാമറസ് ആണെന്നുള്ളത് അവിടെ ചെന്നാണ് മനസ്സിലായത്. ഉൻകി വ്യസ്തത ദേഖകർ ചക്കിത് രഹ ജാത്തെ, തിരക്കോടെ തിരക്ക്, വീട്ടിലൊരു പ്രൈവസി ഇല്ല, എപ്പോഴും യൂണിറ്റിൻ്റെ ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്നു. രോഗമുണ്ടെങ്കിലും സുഖമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. फिल्मों की ग्लैमरस दुनिया और फिल्म से जुड़े लोगों के जीवन में काफ़ी अंतर दिखाई दिया उन्हें. ഗ്ലാമറസ് ഫിലിം ഇൻഡസ്ട്രിയും അവരുടെ അതിനോട് ചേർന്നുള്ള ഡയറക്ടേഴ്സിൻ്റെയും യൂണിറ്റിലെ ആൾക്കാരുടെ ജീവിതമൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് മനോഹർ ശ്യാം ജോഷിക്ക് കാണാൻ ഇടയായത്. मनोहर जी ने सोचा था कि अगर उनकी कहानी ऋषिकेश जी को पसंद आए तो उन पर फिल्म बनाया जा सकता है, लेकिन ऋषिकेश जी की व्यस्तता और उनकी शारीरिक परेशानियां देखकर वे दुखी हो जाते हैं. പക്ഷേ അവിടെ വന്ന് ഋഷികേശ് ജിയുടെ ഈ ഒരു തിരക്കും മാത്രമല്ല അദ്ദേഹത്തിന് ചില രോഗങ്ങളുണ്ടായിരുന്നു, ആ ഒരു അസ്വസ്ഥതയെല്ലാം കണ്ട് മനോഹർ ശ്യാം ജോഷി ആകെ അങ്ങ് ടെൻഷനാവും. ऋषिकेश जी को सभी प्यार से ऋषिदा पुकारते थे और वे हमेशा फिल्म के यूनिट वालों से घिरे रहते थे. എല്ലാവരും വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിനെ ഋഷിദ എന്നാണ് വിളിച്ചിരുന്നത്. അതൊരു ബംഗാളി പ്രയോഗമാണ്. പിന്നെ ഫിലിം യൂണിറ്റിലെ ആൾക്കാർ എപ്പോഴും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കും. കഭി സ്റ്റുഡിയോ കഭി ഘർ, വീട്ടിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക്, സ്റ്റുഡിയോയിൽ നിന്ന് വീട്ടിലേക്ക്. സുകൂൻ സെ ബാത് കർനെ കി ഭി ഫുർസത്ത് നഹീ. इतनी व्यस्तताओं के बावजूद वे किताबी ज्ञान काफ़ी मात्रा में रखते थे. ഇത്രയും തിരക്കുള്ള വ്യക്തിയാണെങ്കിലും പല ബുക്സും ഡീപ്പായിട്ട് ഫിലിമിനെ പറ്റിയുള്ള പല ബുക്സും മെൻഷൻ ചെയ്തത് എല്ലാം ഋഷികേശ് ജി വായിച്ചിട്ടുണ്ട്. अंग्रेजी फिल्मों का ज्ञान था उन्हें और शतरंज के तेज खिलाड़ी थे. ഇംഗ്ലീഷ് ഫിലിംസിനെ പറ്റി മെൻഷൻ ചെയ്ത എല്ലാം അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് അത്ഭുതകരമായിട്ട് മനോഹർ ശ്യാം ജോഷിക്ക് തോന്നി. മനോഹർ ശ്യാം ജോഷി സ്വയം ഒരു എഴുത്തുകാരനായതുകൊണ്ട് നാച്ചുറലി എഴുത്തും വായന ഒരുപാടുള്ള വ്യക്തിയാണ്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിലെ വ്യക്തിയും ഇത്രയും ബുക്സിനെ പറ്റിയും ഫിലിമിനെ പറ്റിയൊക്കെ അറിവുള്ളയാണെന്ന് അത് ഞെട്ടിക്കുന്ന ഒരു സത്യമായിരുന്നു. അതുപോലെ ചെസ്സ്, നല്ലൊരു ചെസ് പ്ലെയർ ആയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. ആ ലൈബ്രറിയിൽ ചെസ്സ് ഗെയിമിനെ പറ്റിയുള്ള റൂൾസിന് തന്നെ കുറേ ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മനോഹർ ശ്യാം ജോഷിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നി. अपने काम में वे किसी प्रकार का समझौता नहीं करते थे. एक एक सीन कैसा होना चाहिए उसके बारे में उन्हें पहले से ഐഡിയ होता है. തൻ്റെ വർക്കിനെ പറ്റി വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഋഷികേശ് മുഖർജി. ഒരു ഡയറക്ടർ എന്ന സെൻസിൽ ഓരോ സീനും എങ്ങനെയായിരിക്കണം, അതിന് എന്തൊക്കെ സെറ്റപ്പ് ആയിരിക്കണം, അതൊക്കെ അദ്ദേഹത്തിന് നല്ല ധാരണ ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് 4-5 ഫിലിംസാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബ്രെയിനിലൂടെ 4-5 സിനിമയ്ക്കുള്ള സെറ്റുകൾ കിടന്ന് കറങ്ങി മാറി. അതാണ് ആ ജീനിയസിൻ്റെ പ്രത്യേകത. एक समर्पित कलाकार थे. बीमारी के बीच भी फिल्म के लिए कितनी भी मुश्किलों को झेलने के लिए तैयार थे. സുഖമില്ലാത്ത സമയത്തായാലും സിനിമ പിടിക്കുന്ന സമയത്ത് ആ ഒരു കാര്യമേ അദ്ദേഹം ഓർക്കത്തില്ലായിരുന്നു. तभी तो मनोहर श्याम जी की कहानियाँ तो सुनी, लेकिन उनमें बदलाव लाने का सुझाव किया. ऐसा नहीं कि मित्र हैं, बड़े जाने माने लेखक हैं, इसलिए किसी भी कहानी को फिल्म के लिए स्वीकार कर लिया. അപ്പോൾ മനോഹർ ശ്യാം ജോഷി കഥകൾ കേൾപ്പിച്ചു. ഇവർ ഫ്രണ്ട്ലിയാണ്. മനോഹർ ശ്യാം ജോഷി വളരെ ഫേമസ് റൈറ്ററാണ് ആ കാലഘട്ടത്തിലെ. അപ്പം ഫേമസ് റൈറ്ററാണെന്നും പറഞ്ഞ് ഏത് കഥയും കേട്ട് ഫിലിമാക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഋഷികേശ് മുഖർജി. അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ കഥകളിൽ അല്പം മാറ്റം വേണം. കാരണം ഫിലിം എന്ന് പറയുന്നത് ഓഡിയൻസിനെ പ്ലീസ് ചെയ്യാനാണ്, ദർശക്കാണതിൽ. ഇപ്പോൾ റൈറ്റിംഗ് എന്ന് പറയുന്നത് എഴുത്ത് നമ്മൾ എഴുതി അത് ലിമിറ്റഡ് ആൾക്കാരെ വായിക്കുകയുള്ളൂ. ബുക്സ് താല്പര്യമുള്ളവർ മാത്രമേ വായിക്കൂ. അക്കാഡമീഷ്യൻസ് അല്ലെ കോളേജ് കുട്ടികൾ അതൊക്കെ വായിക്കുകയുള്ളൂ. പക്ഷേ ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റർ ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ ഋഷികേശ് മുഖർജി അങ്ങനെ തൻ്റെ വർക്കിന് ഒരു കോംപ്രമൈസും ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. എത്ര വലിയ റൈറ്റർ ആണെങ്കിലും തുറന്നു പറഞ്ഞു ഈ കഥകളിൽ മാറ്റം വേണം, എന്നാലേ ഇത് ഫിലിമിന് റീറൈറ്റ് ചെയ്യണം. അങ്ങനെ തുറന്നു പറയുന്ന തൻ്റെ വർക്കിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ഫിലിം നിർദ്ദേശകയായിരുന്നു ऋषिकेश मुखर्जी। उनका विश्वास था कि फिल्म दर्शकों की रुचि को ध्यान में रखकर बनाया जाता है, इसलिए फिल्मों के लिए कुछ मसाले ज़रूरी हैं. ഫിലിമിന് കുറച്ച് ടെക്നിക്സ്, കുറച്ച് മസാലകൾ വേണം, എന്നാലേ കുറച്ച് പാട്ട്, കുറച്ച് സ്റ്റണ്ട്, റൊമാൻസ് ഇതെല്ലാം വേണം ഫിल्मिന്. मनोहर जी एक ऐसे लेखक थे जिन्हें अपनी कहानी में बदलाव लाना बिल्कुल पसंद न था. अतः 2.5 दिन बाद अपनी फिल्मी इच्छाओं को मन में दबाकर वे दिल्ली वापस आ जाते हैं. പക്ഷേ മനോഹർ ശ്യാം ജോഷിക്ക് ഒരു റൈറ്റർ എന്ന സെൻസിൽ തൻ്റെ എഴുത്ത് മാറ്റാൻ, തൻ്റെ കഥകളിൽ തിരുത്തു വരുത്താൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ മനസ്സിലെ സിനിമാ ആഗ്രഹങ്ങൾ ഒതുക്കി വെച്ചിട്ട് 2.5 ദിവസം 2.5 ദിൻ കഴിഞ്ഞ് തിരിച്ച് ഡൽഹിയിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് ഋഷികേശ് മുഖർജി കെ സാത്ത് 2.5 ദിൻ എന്ന ഓർമ്മക്കുറിപ്പിൻ്റെ ഒരു ഷോർട്ട് സമ്മറി. മൂവിങ് ഓൺ ടു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. 5 മാർക്സ് ക്വസ്റ്റ്യനിൽ ഇത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഋഷികേശ് മുഖർജിക്ക് ചരിത്രഗത് വിശേഷതായും ക്യാ ഹെ. ഋഷികേശ് മുഖർജിയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത. കാരണം ഒരു ഓർമ്മക്കുറിപ്പ് നമ്മൾ പഠിക്കുമ്പോൾ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ഫേമസ് വ്യക്തിത്വത്തിൻ്റെ വ്യക്തിഗത സ്വഭാവം നമുക്കെങ്ങനെ നമ്മളെ സ്വാധീനിച്ചു. അപ്പോൾ ഇതൊരു ഷുവർ ക്വസ്റ്റ്യനായിട്ട് വേണേൽ പ്രതീക്ഷിക്കാം. मनोहर श्याम जोशी जी ने अपने संस्मरण में हिंदी फिल्म जगत के मशहूर निर्देशक ऋषिकेश मुखर्जी के चारित्रिक पक्षों को उभारा है. चारित्रिक पक्षों को उभारना मीन्स उभारना പുറത്തു കൊണ്ടുവരിക. चारित्रिक पक्ष എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ऋषिकेश जी को प्यार से सब ऋषिदा पुकारते थे. वे काफ़ी मशहूर थे, लेकिन फिल्म के यूनिट के सभी कर्मचारियों से काफ़ी करीबी एवं प्यार का रिश्ता रखते थे. യൂഷ്വലി ഈ ഫിലിം വേൾഡിലുള്ള ഡയറക്ടേഴ്സ് എല്ലാം ഭയങ്കര ജാടക്കാരായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഋഷികേശ് വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഈ ആനന്ദും ഈ നമക് ഹറാമും ഒക്കെ വളരെ ഫേമസ് ഫിലിംസാണ്. അങ്ങനത്തെ ഒരു ഡയറക്ടർ പക്ഷേ യൂണിറ്റിലെ വളരെ താഴ്ന്ന ജീവനക്കാരോട് പോലും വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയായിരുന്നു അദ്ദേഹം പെരുമാറുന്നത്. उनका व्यक्तित्व ऐसा था कि फिल्मी जगत के लोगों के अलावा गैर फिल्मी लोग भी उनसे घनिष्ठ संबंध रखते थे. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം നോക്കി അദ്ദേഹത്തിൻ്റെ ഫിലിം യൂണിറ്റിലെ ആൾക്കാർ മാത്രമല്ല, വേറെ ആരൊക്കെയായിട്ടാണോ ഇദ്ദേഹം പരിചയപ്പെടുന്നത് എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടും. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് സുഖമില്ലാന്നറിഞ്ഞപ്പം ഗുജറാത്തിൽ നിന്നൊരു സ്ത്രീ, പ്രായമായ ഒരു അമ്മ ഫ്ലൈറ്റ് കയറി ഓടി വന്ന് ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ. അപ്പോൾ അത്രയ്ക്ക് സ്നേഹബന്ധം പലരോടും ഇദ്ദേഹം പുലർത്തിയിരുന്നു. अपने काम में वे हमेशा परफेक्शन चाहते थे और उसके लिए काफ़ी हटी और ज़िद्दी भी हो जाते थे. തൻ്റെ ജോലി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഒരു സ്റ്റണ്ട് സീനിന് കുറേ ചാക്ക് സിമെൻറ്റ് ഇങ്ങനെ അടുക്കി വെക്കണം, എന്നിട്ട് അവിടെയാണ് സ്റ്റണ്ട് സീൻ. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അത് അത്രയും കാശാവെന്നും പറഞ്ഞ് പ്രൊവൈഡ് ചെയ്യത്തില്ല അത്രയും ചാക്ക് സിമെൻറ്റ്. അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വരും. കാരണം ഇദ്ദേഹം ഒരു സിനിമയിൽ ഇങ്ങനെ വേണം ഒരു സീൻ എന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ വേ കാഫി ഹട്ടി മീൻസ് വാശി, സിദ്ദി അതുപോലെ തന്നെ വാശി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കും. പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്ര കാശ് വേണമെങ്കിലും മുടക്കിക്കും. കാരണം അദ്ദേഹം അതിൽ പറയുന്നുമുണ്ട്, നിങ്ങൾ സൂപ്പർ സ്റ്റാർസിനൊക്കെ എത്ര ലക്ഷങ്ങൾ വേണേൽ കൊടുക്കും, പക്ഷേ ഞാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ വാശിയാണ്. തൻ്റെ സീൻ എങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. അതിനുവേണ്ടി എന്ത് പെർഫെക്ഷന് വേണ്ടിയും എന്ത് വാശി പിടിക്കാനും ആരോട് അടിയിടാനും അദ്ദേഹം തയ്യാറാണ്. काम में कभी बहुत गुस्सा हो जाते थे तो तुरंत भावुक भी हो जाते थे. ചില സമയത്ത് ഭയങ്കര ദേഷ്യപ്പെടും വർക്കിനെ ബേസ് ചെയ്ത്, ചില സമയത്ത് വളരെ ഫീലിങ്സ് ഒക്കെ വളരെ സോഫ്റ്റായിട്ട് വരും. കാഫി വ്യവഹാർ കുശൽ थे. വ്യവഹാർ കുശൽ എന്ന് വെച്ചാൽ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് എല്ലാവരുമായിട്ടും ഇടപെടണമെന്ന് അറിയാമായിരുന്നു. ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടും, മയപ്പെടേണ്ട സമയത്ത് മയപ്പെടും. सबकी सुनते, सबकी राय तथा विचारों का स्वागत भी करते, लेकिन कभी समझौता नहीं करते. समझौता करना കോംപ്രമൈസ് ചെയ്യുക. വേ സബ്കി സുൻതെ. ഒരു സിനിമയാവുമ്പം പലരും അഭിപ്രായം പറയും, അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു, ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കേൾക്കും, എല്ലാം മനസ്സിലാക്കും. പക്ഷേ തൻ്റെ ഒരു ഐഡിയയിൽ നിന്ന് മാറി ഒരു കോംപ്രമൈസ് അദ്ദേഹം ചെയ്യത്തില്ല. ശാരീരിക് रूप से काफ़ी बीमार थे
दर्द से पीड़ित थे, लेकिन फिर भी कुशलतापूर्वक कई फिल्मों का काम एक साथ करते. ശാരീരികമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷേ 4-5 സിനിമ ഒരേ സമയത്ത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യും, വളരെ സക്സസ്ഫുൾ ആയിട്ട്. ഇസ് പ്രകാർ ഋഷികേശ് ജി നിരാലെ വ്യക്തിത്വ വാലെ ഫിലിംകാർ थे. അപ്പോൾ ഇൻ ഷോർട്ട് പറഞ്ഞാൽ വളരെ ഒരു നിരാലെ, വളരെ ഒരു സിമ്പിൾ ടൈപ്പ് വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഋഷികേശ് മുഖർജി. ഫിലിം ബോളിവുഡിലെ വലിയ ഒരു ഡയറക്ടർ, പക്ഷേ യൂണിറ്റിലെ എല്ലാവരോടും ഒരേപോലെ സ്നേഹത്തോടെ പെരുമാറുന്നു, എല്ലാവരോടും ആവശ്യം വരുമ്പോൾ ദേഷ്യപ്പെടുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു, ഒരേ സമയത്ത് 4-5 സിനിമ തലയെ കൂടെ കിടന്ന് ഓടുന്നു. ഇതൊക്കെയാണ് ഋഷികേശ് മുഖർജിക്ക് ചരിത്രഗത് വിശേഷതാएं. वेरी शॉर्ट आंसर टाइप क्वेश्चन, 3 मार्क्स क्वेश्चन. ऋषिकेश मुखर्जी के साथ 2.5 दिन का रचनाकार कौन है? यह किस विधा की रचना है? അപ്പോൾ രചനാക്കാർ ആരാണെന്നുള്ളത് ഇതൊരു ഇൻഡിക്കേറ്ററായിട്ട് എടുത്തിട്ട് എല്ലാ ചാപ്റ്ററിലെയും ഓതറിൻ്റെ പേര് പഠിച്ചു വെക്കണം, അതിൻ്റെ വിധായും പഠിച്ചു വെക്കണം. വിധ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റോറി ഓർ എ നോവൽ ഓർ എ ഡ്രാമ, ഏത് ഫോം ഓഫ് ലിറ്ററേച്ചറാണ് വിധ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഋഷികേശ് മുഖർജി കെ സാത്ത് 2.5 दिन രചനാക്കാർ മനോഹർ ശ്യാം ജോഷിയാണ്, വിധ എന്തുവാണ്? സംസ്മരണാണ്. ऋषिकेश मुखर्जी के साथ 2.5 दिन किस ग्रंथ से उद्धृत है? लेखक किस उद्देश्य से മുഖർജി സെ മിൽനെ ഗയാ? ഇത് ഏത് മെയിൻ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ചാപ്റ്റർ എടുത്തിരിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ ബാത്തോം ബാത്തോമേ എന്ന ഒരു വലിയ ബുക്കാണ്, ഓർമ്മക്കുറിപ്പ്. അതിൽ നിന്ന് അടർത്തിയെടുത്തതാണ് ഈ ചാപ്റ്റർ. മനോഹർ ശ്യാം ജോഷിയുടെ ബാത്തോം ബാത്തോമേ എന്ന ഒരു ബുക്കിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു ചാപ്റ്റർ. ലേഖക് കിസ് ഉദ്ദേശ സെ മുഖർജി സെ മിൽനെ ഗയ, അത് നമ്മൾ വ്യക്തമാണ്. ലേഖക് अपनी कहानियों को फिल्म बनाना चाहता था. इसी सिलसिले में वे मुंबई उनसे मिलने गए. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ ഡിഫിക്കൽട്ടാണ്, നിങ്ങൾ വായിച്ച് ടെൻഷൻ അടിക്കണ്ട. യു ജസ്റ്റ് ഗോ ത്രൂ ദീസ് നോട്ട്സ്. ക്വസ്റ്റ്യൻസ് വരുമ്പം കൂളായിട്ട് എഴുതുക. നെക്സ്റ്റ് ചാപ്റ്റേഴ്സും എത്രയും വേഗം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് അല്പം ഡിലേ വരുന്നുണ്ട്, എന്നാലും ഞാൻ റഷ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.